പൂയം നാളിന് ഇപ്പോഴുള്ള സമയം അത്ര കണ്ട് അനുകൂലമായിട്ട് കാണുന്നില്ല. 12-ൽ വ്യാഴമാണ്. കൂടാതെ 2-ൽ കേതു, 8-ൽ രാഹു, 9-ൽ ശനി, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അനുകൂലമാകണമെന്നില്ല. പല ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതിന് കാലതാമസമുണ്ടാകാം. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടതായിട്ട് വരാം. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാം. ജോലിയിൽ പല ബുദ്ധിമുട്ടുകൾ, കാര്യപരാജയങ്ങൾ, മനക്ലേശങ്ങൾ, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഇതൊക്കെ ഉണ്ടാകാം. സാമ്പത്തിക നഷ്ടങ്ങൾ നേരിടേണ്ടതായിട്ടും വരാം. ധനം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മതയോടെ ചെയ്യുക. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ആ തൊഴിലുകൾ സാമാന്യം ഭംഗിയായിട്ടെങ്കിലും മുമ്പോട്ട് പോകുന്നതിന് അതീവ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനം ആവശ്യമായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. സാഹചര്യം ശ്രദ്ധിച്ചു പഠിച്ച് വേണ്ടതുപോലെ മുമ്പോട്ട് പോകണം. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, കാര്യപരാജയങ്ങൾ, മനപ്രയാസങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല വിഷമഘട്ടങ്ങളും ഉണ്ടായെന്ന് വരാം. നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത്. ആ മാറ്റങ്ങൾ ഒരു രീതിയിലും നമുക്ക് ദോഷകരമാവാതെ ഇരിക്കുന്നതിന് വേണ്ടി വളരെ ശ്രദ്ധിച്ച് പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ഗ്രഹനില സൂക്ഷ്മമായി പഠിച്ച് മനസ്സിലാക്കി ഇപ്പോഴുള്ള ദശാകാലങ്ങളും അപഹാരസ്ഥിതിയുമൊക്കെ അനുസരിച്ച് ഏറ്റവും ഉചിതമായ പ്രതിവിധി കണ്ടെത്തി ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. അതോടൊപ്പം കഠിനമായ ദോഷങ്ങളെ മറികടക്കുന്നതിന് മഹാശൂലിനി കലശം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്ത് ഗൃഹത്തിൽ സ്ഥാപിക്കുന്നത് വളരെ ഉത്തമമാണ്.